പഹൽഗാം ആക്രമണം നടക്കുന്നത് 2025 ഏപ്രിൽ 22 ബൈസരൺ താഴ്വരയിലാണ്. 2019 പുൽവാമ ആക്രമണം. പുൽവാമ ആക്രമണത്തെ തുടർന്ന് പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ഒരു സൈനിക കേന്ദ്രം ആക്രമിക്കുകയും 40 സൈനികരെ വധിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ അന്ന് ബാലക്കോട്ടിൽ, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുള്ള ബാലക്കോട്ടിൽ ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. ഡോഗ് ഫൈറ്റ് ഒക്കെ ഉണ്ടായി. അതിൽ ഒരു ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായി. പിന്നീട് അക്കാര്യത്തിൽ ഡീഎസ്കലേഷൻ സംഭവിക്കുകയുണ്ടായത്. അതേപോലെ 2016 2 ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് 2016 ജനുവരിയിലും പിന്നെ മറ്റൊന്ന് സെപ്റ്റംബറിലും. ജനുവരിയിൽ നടന്നത് പത്താൻകോട്ടിലാണ്. 2016 സെപ്റ്റംബർ മാസത്തിൽ ഉറിയിൽ നടന്നപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, പാക് പ്രദേശത്തേക്ക് ഇന്ത്യൻ സൈന്യം പോയി അവിടുത്തെ 1-2 ഭീകരാക്രമണ ലോഞ്ചിങ് പാഡുകളോ മറ്റോ ആണ് തകർത്തത് എന്ന് പറയപ്പെടുന്നു. സർജിക്കൽ സ്ട്രൈക്ക്. ഇങ്ങനെ രാജ്യാന്തര അതിർത്തിയും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയും കടന്നുള്ള 2 ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്ക്, 2 പുൽവാമയിലെ ആക്രമണത്തിന് പ്രത്യുത്തരമായി ബാലക്കോട്ടിൽ നടത്തിയ, പാകിസ്ഥാനിലേക്ക് കടന്നു നടത്തിയ ആക്രമണം. ഇപ്പോൾ വാസ്തവത്തിൽ ഈ പഹൽഗാമിലെ ഭീകരവാദ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ വാർത്താമാധ്യമങ്ങൾ പറയുന്നത് രാജ്യാന്തര അതിർത്തിയോ നിയന്ത്രണ രേഖയോ കടക്കാതെ ഇന്ത്യൻ വിമാനങ്ങളും ഇന്ത്യൻ കപ്പലുകളിൽ നിന്നും ആ രീതിയിലാണ് ആക്രമണം നടത്തിയത്. അങ്ങനെ നടത്താനും പറ്റും. കാരണം ഏറി വന്നാൽ 150, മാക്സിമം 200 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള കേന്ദ്രങ്ങളാണ് ഈ ഭീകരാക്രമണ പരിശീലന കേന്ദ്രങ്ങളും ഭീകരാക്രമണ ലോഞ്ചിങ് പാഡുകളും എന്ന് പറയപ്പെടുന്ന കേന്ദ്രങ്ങളാണ് തകർത്തത്. അത് 2000 കിലോമീറ്റർ ഒന്നുമില്ല. അപ്പോൾ കേവലം 200 കിലോമീറ്റർ പരിധിക്കുള്ളിൽ പെടുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത് വളരെ മെഷേർഡ് ആയിട്ടുള്ള, പ്രിസൈസ് ആയിരുന്നു, കണിശമായിട്ടുള്ള ഒരു ആക്രമണ ആസൂത്രണമാണ് ചെയ്തത്. അതിൽ ഇന്ത്യ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ എനിക്കുള്ളൊരു സംശയം, ഞാൻ പലപ്പോഴും സ്വയം ചോദിക്കാറുള്ളൊരു സംശയം, ഈ ഭീകരവാദത്തെ സൈനിക മാർഗത്തിലൂടെ നമുക്ക് ഭീകരവാദത്തിന്, അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുമോ എന്ന ചോദ്യം മർമ്മപ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിൽ ഇന്ത്യക്കകത്തുണ്ടായ ഭീകരാക്രമണ പരമ്പരകൾ നമ്മൾ പരിശോധിച്ചാൽ 2001 ജനുവരിയിലാണെന്ന് തോന്നുന്നു, കാശ്മീരിലെ ശ്രീനഗറിലെ സെക്രട്ടേറിയറ്റ് കോംപ്ലക്സ് ഭീകരവാദികൾ ആക്രമിച്ചു. 2001 തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റ് ഭീകരവാദികൾ ആക്രമിക്കുന്നത്. അതിൽ 7-8 പേർ വധിക്കപ്പെട്ടു. അതിനുശേഷം 2008 മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. അത് കഴിഞ്ഞ് ചെറുത് ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ടത് 2016 പത്താൻകോട്ട്, ഉറി പത്താൻകോട്ട്, 2019 പുൽവാമ, 2025 പഹൽഗാം. അപ്പൊ എപ്പിസോഡിക്കായിട്ട് ഇത് വരികയാണ്. അപ്പോൾ സൈനിക ബലതന്ത്രത്തിലൂടെ സൈനികമായി ഭീകരവാദത്തെ നമുക്ക് അടിച്ചൊതുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം അങ്ങനെ സൈനികമായി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഈ ഭീകരവാദ സംഘടനകളോ ഒരു പാഠം പഠിച്ചിരുന്നുവെങ്കിൽ വീണ്ടും ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരുമായിരുന്നില്ല. പക്ഷെ ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 2019 കാശ്മീരിന്റെ
പ്രത്യേക പദവി കേന്ദ്ര ഗവൺമെന്റ് പുൽവാമ ആക്രമണത്തെ തുടർന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ കാശ്മീരിലെ ഒരു നോർമലൈസേഷൻ നാരറ്റീവ്, ഒരു ആഖ്യാനം, കാശ്മീർ നോർമലായി, നോർമൽസി കാശ്മീരിൽ വളരെ കാലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു എന്ന ഒരു ആഖ്യാനം പ്രബലമായി. അത് വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു നോർമൽസി ആയിരുന്നു എന്ന് പഹൽഗാം ആക്രമണത്തോടെ നമുക്ക് വ്യക്തമായി. ആ നോർമൽസി അത്ര ശക്തമായിരുന്നില്ല, അത് ദുർബലമായിരുന്നു എന്നാണ് പഹൽഗാം ആക്രമണം പോലും കാണിക്കുന്നത്. ഏതായാലും കാശ്മീരിൽ നമ്മൾ കഴിഞ്ഞ വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ 2 കോടിയിലധികം ടൂറിസ്റ്റുകൾ കഴിഞ്ഞ വർഷം മാത്രം കാശ്മീരിലേക്ക് പോയിട്ടുണ്ട്, കേരളത്തിൽ നിന്നുൾപ്പെടെ. അതിലേതാണ്ടൊരു 75,000-80,000 ഫോറിൻ ടൂറിസ്റ്റുകളാണ്. അപ്പം കാശ്മീരിൽ അങ്ങനെ ഒരു കാശ്മീരികൾക്ക് പണ്ടുള്ള പോലെ, അതായത് 1980-കളുടെ ഒടുവിൽ അവിടെ വിഘടനവാദ പ്രസ്ഥാനങ്ങളും പിന്നീട് തീവ്രവാദ ഭീകരവാദ കൃത്യങ്ങളും അരങ്ങേറുന്നതിന് മുമ്പ് കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് വരുമാനമുണ്ടല്ലോ, ആ രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും അങ്ങനെ തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. അതിലൊന്നാണ് ലഷ്കർ ഇ തൊയ്ബ, മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ. ഇവർക്ക് 3 പേർക്കും, ഈ 3 സംഘടനകൾക്കുമുള്ള ഒരു ഏറ്റവും വലിയ പൊരുത്തം എന്ന് വെച്ചാൽ, കാശ്മീരിന്റെ കാര്യത്തിൽ നാം ഓർക്കണം, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു 1994 വരെ, അവർ സജീവമായിരുന്നു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടോ ഹുരിയത്ത് കോൺഫറൻസിൽ, ഓൾ പാർട്ടീസ് ഹുരിയത്ത് കോൺഫറൻസിൽ 26 കക്ഷികളുണ്ട്. അതിൽ 26 കക്ഷികൾ ഒരേ അഭിപ്രായക്കാരല്ല. അപ്പോൾ ഹുരിയത്തിലെ ഭൂരിഭാഗം കക്ഷികളും കാശ്മീർ പാകിസ്ഥാനോടും ഇന്ത്യയോടും ചേരാത്ത ഒരു സ്വതന്ത്ര രാജ്യമായി വിഭാവനം ചെയ്യുന്നവരാണ്. JKLF-ഉം അങ്ങനെ തന്നെയായിരുന്നു. അതായത് കാശ്മീരിനെ പാകിസ്ഥാനോടും ചേർക്കണ്ട, ഇന്ത്യയോടും ചേർക്കണ്ട, കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരണം എന്നായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് വളരെ പ്രബലമായിരുന്നു, അന്ന് 90-കളിൽ ഏറ്റവും പ്രബലമായ സംഘടന ഹിസ്ബുൾ മുജാഹിദീനായിരുന്നു. അത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ സായുധ വിഭാഗമായിട്ടാണ് രൂപം കൊണ്ടത് 89-ൽ. മുസാഫറാബാദാണ് അതിന്റെ കേന്ദ്രം. അപ്പോൾ ഹിസ്ബുൾ മുജാഹിദീനാവട്ടെ, പിന്നീട് ഹിസ്ബുൾ മുജാഹിദീനൊക്കെ കടത്തിവെട്ടിയ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ സംഘടനകളാവട്ടെ, അവരൊക്കെ കാശ്മീരിന് വേണ്ടിയാണ്, പക്ഷെ കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് അതിനു മുമ്പ് ഈ JKLF-ഓ ഓൾ പാർട്ടീസ് ഹുരിയത്ത് കോൺഫറൻസിലെ ഭൂരിഭാഗം പാർട്ടികളോ കാശ്മീരിനെ പാകിസ്ഥാനോട് ഏകീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നില്ല. അവർക്ക് ഒരു സ്വതന്ത്ര കാശ്മീരാണ് ആവശ്യം. അതുകൊണ്ടാണ് ഈ 3 സംഘടനകളും പാകിസ്ഥാന് കൂടുതൽ പ്രിയങ്കരമാകുന്നത്. കാരണം പാകിസ്ഥാനോട് കാശ്മീരിനെ, ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കണം എന്നതാണ്. അപ്പോൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഫ്രം ദെയർ ഓൺ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് ലഷ്കർ ഇ തൊയ്ബയെ പറ്റി. ഒരു വിദേശ പണ്ഡിത എഴുതിയതാണ്. അതിൽ പറയുന്നത്, ലഷ്കർ ഇ തൊയ്ബ ഇന്നേ വരെ പാകിസ്ഥാനകത്ത് യാതൊരു തരത്തിലുള്ള വിധ്വംസക കൃത്യങ്ങളും ചെയ്തിട്ടില്ല. അവിടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു, അങ്ങനത്തെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാനകത്ത് ഇപ്പോൾ പാക് താലിബാൻ, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ താലിബാൻ പാക് സൈന്യത്തിനെതിരെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു ഭീകരവാദ സംഘടനയാണ്. അത് പാകിസ്ഥാൻ ഏറ്റവും വലിയ തലവേദനയുമാണ്. പക്ഷേ ലഷ്കർ ഇ തൊയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള സംഘടനകൾ പാകിസ്ഥാനകത്ത് ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും അവര് നോവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 3 സംഘടനകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ 90-കളിൽ ഹിസ്ബുൾ മുജാഹിദീനായിരുന്നു പാകിസ്ഥാന്റെ വലിയ തോതിലുള്ള സഹായവും പിന്തുണയും കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അധികം കിട്ടുന്നത് ലഷ്കർ ഇ തൊയ്ബക്കും ജെയ്ഷെ മുഹമ്മദിനുമാണ്. പക്ഷെ ഞാൻ നേരത്തെ ഉയർത്തിയ ചോദ്യം, ഇത്
ഇപ്പോൾ കഴിഞ്ഞ 25 കൊല്ലത്തെ കാര്യം മാത്രം എടുത്താൽ ഉള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി, ഉറിയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, അതുപോലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് 7 ഭീകരസ്ഥാനങ്ങളെ തകർത്തു. അതിൽ 1971 മാത്രമാണ് പാക് പഞ്ചാബിലേക്ക് ഒരു ഇന്ത്യൻ ആയുധം പ്രയോഗിക്കുന്നത്. പാക് പഞ്ചാബിലെ 4 ഭീകരസ്ഥാനങ്ങൾ തകർത്തു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിപ്പം ഞാൻ മറ്റൊരു പുസ്തകം ഓർമ്മ വരികയാണ്. അത് എഴുതിയത് മൈക്ക് പോംപിയോയുടെ ഓർമ്മക്കുറിപ്പാണ്. അപ്പൊ 2019 പുൽവാമ ആക്രമണം നടക്കുമ്പോഴും 2019 ഫെബ്രുവരി 14 പുൽവാമ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം നടക്കുന്നത്. 2019 ഫെബ്രുവരി 26 ബാലക്കോട്ടിലേക്ക് ഇന്ത്യ അതിർത്തി കടന്ന് ഇന്ത്യൻ വ്യോമാക്രമണം നടക്കുന്നതും ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം തകർക്കുന്നതും. അപ്പോൾ ഈ മൈക്ക് പോംപിയോ അന്ന് US സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അതിന് തൊട്ടു മുമ്പ് 2017-18 വർഷത്തിൽ അദ്ദേഹം CIA അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആവുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് നെവർ ഗിവ് ആൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദി അമേരിക്ക ഐ ലവ് എന്നാണ്. 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്, ഞാൻ സ്നേഹിക്കുന്ന അമേരിക്കക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അതിനെ പറയാം. ആ പുസ്തകത്തിൽ അമേരിക്ക സൗദി അറേബ്യ ബന്ധം, അമേരിക്ക ഇറാൻ ബന്ധം, അമേരിക്ക നോർത്ത് കൊറിയ ചർച്ചകൾ, പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ 2023 ജനുവരിയിലാണ് ഈ പുസ്തകം പുറത്തു വന്നത്. അപ്പോൾ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒരു ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും കൗതുകകരമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ ബാലക്കോട്ടിൽ 2019 ഫെബ്രുവരി 26 ആക്രമണം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി മൈക്ക് പോംപിയോയും അതുപോലെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടണും അന്ന് വിയറ്റ്നാമിലെ ഹാനോയിലാണ്. വിയറ്റ്നാമിൽ അവർ എത്തിച്ചേർന്നത് ഒരു നോർത്ത് കൊറിയയും വടക്കൻ കൊറിയയുമായി ഒരു ആണവ നിരായുധീകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്. അപ്പൊ അർദ്ധരാത്രി തൻ്റെ ഇന്ത്യൻ കൗണ്ടർ പാർട്ട് എന്നാണ് പേര് പറയുന്നില്ല, തൻ്റെ ഇന്ത്യൻ കൗണ്ടർ പാർട്ട്, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരിക്കും. അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അന്തരിച്ച 2019 ഓഗസ്റ്റിൽ അന്തരിച്ച ഏതാണ്ട് ആ കാലത്താണെന്ന് തോന്നുന്നു അന്തരിച്ച സുഷമ സ്വരാജാണ് മൈക്ക് പോംപിയെ വിളിച്ചിട്ട് പറയുന്നത് ബാലക്കോട്ടിൽ ആക്രമണം നടത്തിയത് ലോകം മുഴുവൻ അറിഞ്ഞു. പാകിസ്ഥാൻ ആണവാക്രമണത്തിന് ഇന്ത്യക്കെതിരെ കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് പറയണം. അപ്പം വിളി ആ സമയത്താണ്. അപ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി പോംപിയോ ഉണർന്ന് പ്രവർത്തിക്കുന്നു, ജാഗരൂകരാകുന്നു. ജോൺ ബോൾട്ടൺ വിളിക്കുന്നു. ബോൾട്ടണും പോംപിയോയും അപ്പോൾ തന്നെ അന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിരുന്ന ഖമർ ജാവേദ് ബജ്വ അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും ആണവാക്രമണം നടത്തരുത്, ഇന്ത്യ ആണവാക്രമണം നടത്താൻ ഇന്ത്യക്ക് പദ്ധതിയില്ല. ഇന്ത്യ ബാലക്കോട്ട് ആക്രമണത്തോടെ തന്നെ അവരുടെ റിറ്റാലിയേഷൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആണവാക്രമണത്തിന് മുതിർന്നാൽ അതിഭീകരമായ വിപത്തുകൾ ഉപഭൂഖണ്ഡത്തിൽ സംഭവിക്കും, ലോകത്തിൽ പൊതുവെ സംഭവിക്കും. അങ്ങനെ അമേരിക്കയുടെ സജീവമായ ഇടപെടലിനെ തുടർന്നാണ് ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ഇപ്പം ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാന്റെ കയ്യിലും ഉണ്ടാവും.
അപ്പോൾ അമേരിക്കയുടെ കയ്യിലും റഷ്യയുടെ കയ്യിലും ഒക്കെ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ പോലെ കൊച്ചിയെ പോലുള്ള ഒരു സിറ്റിയെ അല്ലെങ്കിൽ ഒരു സൈനിക താവളത്തെ അല്ലെങ്കിൽ ഒരു തുറമുഖത്തെ മൊത്തത്തിൽ ചാരക്കൂമ്പാരമാക്കാൻ പറ്റും. അല്ലാതെ മൊത്തം ഒരു സംസ്ഥാനമോ ഒരു വലിയ പ്രദേശമോ അല്ല. അപ്പോൾ അതൊക്കെ ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അത് വിക്ഷേപിക്കാനുള്ള സാമഗ്രികളുമുണ്ട്. അപ്പം ആ മുൻകാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ലോകരാജ്യം, പ്രത്യേകിച്ച് അമേരിക്ക, മുന്നോട്ട് വരുമായി. ഇപ്പൊ നമ്മൾ കാണുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസിന്റെ ഇന്നലത്തെ പ്രസ്താവന, ഈ യുദ്ധത്തിൽ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്, ഇത് ഞങ്ങളുടെ കാര്യമേ അല്ല, അവരടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. അപ്പൊ ട്രംപും ഏതാണ്ട് ഇതേ മട്ടിലാണ് പറഞ്ഞത്. ട്രംപ് പഴയ പോലെ ബാലക്കോട്ടിൽ, അന്നും ട്രംപായിരുന്നു പ്രസിഡന്റ്, പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ ഏതായാലും ഇന്ത്യ തിരിച്ചടിച്ചു, ഇനി നിർത്തണം എന്ന മട്ടിലാണ് ട്രംപിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമെന്ന് കരുതപ്പെടുന്ന റഷ്യ പോലും പറഞ്ഞത് നിങ്ങൾ സംയമനം പാലിക്കണം, ഡയലോഗ് ആൻഡ് ഡിപ്ലോമസിയിലൂടെ ഡീഎസ്കലേറ്റ് ചെയ്യണം, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. പുടിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് ഇനി സംയമനം പാലിക്കണം, ഇത് എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ്. അതേപോലെ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഒക്കെ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒക്കെ നല്ല ബന്ധമുള്ള, ഒരേപോലെ ഊഷ്മള ബന്ധമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളാണ്. അവരും എസ്കലേഷൻ ഇനിയും സ്പൈറൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണം എന്ന സൗദി വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. ഇവരൊക്കെ ചർച്ച ചെയ്തത് ഈ ഇന്ത്യ പാക് യുദ്ധ കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ്. ഇപ്പൊ ചൈന പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ, ചൈന ഇപ്പോൾ ലോകത്ത് ഇന്നുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഏറ്റവും പാകിസ്ഥാൻ ഏറ്റവും മടുപ്പം സൂക്ഷിക്കുന്ന, ചൈന ഏറ്റവും ഊഷ്മള പങ്കാളിയായി സുഹൃത്തായി കാണുന്ന രാജ്യം പാകിസ്ഥാനാണ്, അമേരിക്കയല്ല. അമേരിക്കക്ക് പാകിസ്ഥാൻ നോടുള്ള സമീപനമൊക്കെ കുറെ മാറിക്കഴിഞ്ഞു. പക്ഷെ ചൈന പോലും ഇന്നത്തെ ഭൗമരാഷ്ട്രീയ അവസ്ഥയിൽ പാകിസ്ഥാനെ സഹായിച്ചേക്കും. കാരണം പാകിസ്ഥാൻ J-10 അതുപോലെ ചൈനീസ് ആയുധങ്ങൾ, ചൈനീസ് യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിച്ചേക്കാം. പക്ഷെ ചൈന ലഡാക്കിലോ വടക്ക് കിഴക്കൻ അതിർത്തികളിലോ മറ്റൊരു യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. നേരിട്ട് അങ്ങനെ തുറന്നാൽ, ഇപ്പോൾ ചൈന ലഡാക്കിലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ അതിർത്തി പ്രദേശങ്ങളിലോ മറ്റൊരു യുദ്ധമുഖം തുറക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ പ്രശ്നമാകും. കാരണം നമ്മുടെ സൈന്യത്തിന്റെ വലിയൊരു സന്നാഹം അവിടെ കേന്ദ്രീകരിക്കേണ്ടി വരും. അപ്പോൾ പാകിസ്ഥാന് കൂടുതൽ ആശ്വാസമാവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു നീക്കം ചൈന നടത്താൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇപ്പോൾ ദക്ഷിണ ചൈന കടൽ, തായ്വാൻ, ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് അമേരിക്കയുമായി ഒരു ബലാബലത്തിലാണ് ആ പ്രദേശത്ത്. മാത്രമല്ല ട്രംപിന്റെ വ്യാപാര യുദ്ധം, അതിനെ നേരിടാൻ വേണ്ടി ചൈന തങ്ങളുടെ വിപണി ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയൊരു വിപണിയാണ്. അപ്പൊ സൗദിക്കാണെങ്കിലും UAEക്കാണെങ്കിലും, സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ 4ാമത്തെ ട്രേഡിംഗ് പാർട്ട്ണറാണ്. UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ 3ാമത്തെ ട്രേഡിംഗ് പാർട്ട്ണറാണ്. അപ്പോൾ ട്രേഡ്, സാമ്പത്തികം, ഇക്കണോമിക്സ് വരുമ്പോൾ മറ്റ് വൈകാരിക തലങ്ങൾ പിന്നോട്ടടിക്കും എന്നാണ് പൊതുവെ നാം മനസ്സിലാക്കേണ്ടത്. സാമ്പത്തിക കാര്യങ്ങൾ ചിലപ്പോൾ മുൻനിരയിലേക്ക് വരും. മതപരമായ സ്വത്വബോധമോ ഐക്യമോ ഒക്കെ പിന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വളരെ സങ്കീർണമായ ലോക പരിതോവസ്ഥയിൽ സംയമനം പാലിക്കാൻ പറയുന്നു. ഇപ്പം ഗാസയിൽ 2023 ഒക്ടോബർ 7 ആണ്
ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കുകയും 1200ഓളം പേരെ വധിക്കുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. അത് നിഷ്ഠുരമായിട്ടുള്ള കൃത്യമായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷെ ആ കൃത്യം, ഇതേപോലെയുള്ള കൃത്യങ്ങൾ 48 മുതൽ, ഇസ്രായേലിൻ്റെ രൂപീകരണ കാലം മുതൽ അതിനു മുമ്പേ ഈ ജൂയിഷ് സ്റ്റേറ്റ് പലസ്തീൻകാരോട് ചെയ്തു പോരുന്നതാണ്. ഇത്രയുണ്ട്. അത് വിസ്തരഭയത്താൽ ഞാൻ പറയുന്നില്ല. കുറേ യുദ്ധങ്ങൾ, കുറേ ഇപ്പം 48-ലെ നക്ബ എന്ന് പറയുന്ന അതിൽ തന്നെ 7-8 ലക്ഷത്തോളം പലസ്തീനികൾ അഭയാർത്ഥികളായി. അവരുടെ ഭൂമി പിടിച്ചെടുത്തു. എത്രയായിരുന്നോ പലസ്തീന് UN കൊടുത്ത ഭൂമി അതുപോലും വെട്ടിപ്പിടിച്ചു. പിന്നെ 67-ലെ യുദ്ധത്തിൽ മൊത്തം ഗാസ, വെസ്റ്റ് ബാങ്ക്, സിനായ്, അതുപോലെ തന്നെ ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. അത് അമേരിക്ക അംഗീകരിച്ചു. ഗൊലാൻ കുന്ന് ഇസ്രായേലിൻ്റെതാണെന്ന് ട്രംപ് അംഗീകരിച്ചത്. അപ്പൊ ഇത് പറയാൻ കാരണം, ഗാസ അപ്പോൾ 2023 ഒക്ടോബർ 7-ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇസ്രായേൽ അവകാശപ്പെട്ടത് ഞങ്ങൾ ഗാസയെ അല്ലെങ്കിൽ ഹമാസിനെ തകർക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ സോകോൾഡ് ലിബറൽ ഡെമോക്രസീസ് യൂറോപ്പിലെ ഒക്കെ പറഞ്ഞത് ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആയുധങ്ങളും കൊടുത്തു, എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും കൊടുത്തു, ലോജിസ്റ്റിക്സ്, മിലിറ്ററി ലോജിസ്റ്റിക്സ് എല്ലാം കൊടുത്തു. ഹമാസ് ഇപ്പോഴും ബാക്കിയാണ്. പക്ഷെ ബാക്കിയില്ലാത്തത് 53,000 പലസ്തീൻകാരാണ്. അതിൽ മഹാഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പൊ അപ്പോൾ ഇല്ലാത്ത ഒരു ഡബിൾ സ്പീക്കാണ്. അപ്പൊ അതിന് ഒരു കാരണം ഇന്ത്യയും പാകിസ്ഥാനും മാണവ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ കാര്യത്തിലും ഈ ഡബിൾ സ്പീക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ യുക്രൈന് സർവ്വവിധ സഹായങ്ങളും കൊടുക്കുന്നു, ചർച്ചകൾക്ക് വേണ്ടി മുൻകൈ എടുക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷമാണ് ചർച്ച കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സൈനിക നടപടികളിലൂടെ മാത്രം ഇന്ത്യ നേരിടുന്ന ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ പാകിസ്ഥാനുമായി ഇപ്പോൾ നമുക്ക് സംഭാഷണം പോലുമില്ല, കൂടിയാലോചന സമിതികൾ പോലുമില്ല ഈ അടുത്ത കാലത്തായി. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാനുമായി സാർത്ഥകമായ, പാകിസ്ഥാനും അക്കാര്യത്തിൽ വലിയ തോതിലുള്ള അതിൻ്റെ രാഷ്ട്ര നയത്തിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരും. ഒരേ സമയം ഭീകരവാദികളെ പോറ്റി വളർത്തിയും ഭീകരവാദികളെ പിന്തുണച്ചും, അതേസമയം തന്നെ ഭീകരവാദത്തിനെതിരെ ഉള്ള പ്രസ്താവനകൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. 2011 റാവൽപിണ്ടിക്കടുത്തുള്ള ആബട്ടോബാദിലാണ് ബിൻ ലാദൻ 10 വർഷം ഒടുവിൽ താമസിച്ചിരുന്നത്. അത് പാകിസ്ഥാന് അറിയാത്ത കാര്യമൊന്നുമല്ല, ISIക്ക് അറിയാത്ത കാര്യമായിരുന്നില്ല. അതേസമയം തന്നെ ദ വാർ ഓൺ ടെറർ എന്ന പേരിൽ അമേരിക്കയുടെ കൂടെയുള്ള ആ യുദ്ധത്തിൽ പങ്കുചേർന്നതായി നടിക്കുകയും അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് വാങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഭാവിക്ക് ഏറ്റവും, ഈ സൗത്ത് ഏഷ്യയുടെ ഭാവിക്ക് ഏറ്റവും നല്ലതെന്നാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത, വൈരം അവസാനിപ്പിക്കണം. അതിന് എത്ര യുദ്ധങ്ങൾ, 48-ൽ യുദ്ധമുണ്ടായി, 65-ൽ യുദ്ധമുണ്ടായി, 71-ൽ കാശ്മീരിനെ ചൊല്ലിയല്ല ബംഗ്ലാദേശാണ്, അന്ന് യുദ്ധമുണ്ടായി, 99-ൽ യുദ്ധമുണ്ടായി, കാർഗിൽ. ഈ പ്രാവശ്യം അമേരിക്കയുടെ സമ്മർദ്ദമേ ഇല്ല. പാകിസ്ഥാനെയും അമേരിക്ക വിരട്ടുന്നില്ല, ഇന്ത്യയും വിരട്ടുന്നില്ല. അസീം മുനീർ എന്ന പാക് സൈനിക മേധാവിയുടെ അവസ്ഥയെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അസീം മുനീർ നടത്തിയ ഒരു പ്രസംഗം നമ്മളൊക്കെ വായിച്ചതാണ്. പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും നമ്മളെല്ലാം വായിച്ചതാണ്. അതിൽ അസീം മുനീർ വീണ്ടും ആവർത്തിച്ച് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു 2 നേഷൻ തിയറിയാണ്, ദ്വിരാഷ്ട്ര സിദ്ധാന്തം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും
ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല, അത്രമേൽ ഭിന്നരാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ള വാദം. അതൊക്കെ പഴയ വാദങ്ങളാണ്. അതുപോലെ കാശ്മീർ എന്നത് പാകിസ്ഥാന്റെ ജുഗുലാർ വെയിനാണ്. ആ വെയിനിപ്പം വെയിൻ്റെ ഒരു പകുതി ഭാഗം ശരീരത്തിന് പുറത്താണ് എന്നുള്ള കാര്യം ആണ് അദ്ദേഹത്തിന് പ്രശ്നം. ഒന്ന് ഇന്ത്യക്കകത്താണ്, പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാന് അകത്തും. അപ്പോ മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ആദ്യമായി കലിമ ചൊല്ലി സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം പ്രവാചകന്റെ കാലത്തുള്ള മദീനയാണ്. കലിമ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യം ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കലിമയായി. അറബിയിൽ പറഞ്ഞാൽ, ഏത് ഭാഷയിൽ പറഞ്ഞാലും ദൈവത്തിന് ഏത് ഭാഷയും അറിയാമെന്നിരിക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതാണ് ഒരു മുസ്ലിമായി തീരുന്നതിൻ്റെ ആദ്യപടി. കലിമ ചൊല്ലി സ്ഥാപിക്കപ്പെടുന്ന രണ്ടാമത്തെ രാഷ്ട്രം പാകിസ്ഥാനാണ് എന്നാണ്. ഇന്നിപ്പോ ഫിനാൻഷ്യൽ ടൈംസിൽ പാകിസ്ഥാൻ സൈന്യത്തെ പറ്റി കൂലങ്കഷമായി വളരെ ആഴത്തിൽ പഠിച്ച സ്കോളർ, പണ്ഡിത അയേഷ സിദ്ദീഖ, ഇൻസൈഡ് പാകിസ്ഥാൻസ് മിലിറ്ററി ഇക്കോണമി പോലുള്ള വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങൾ എഴുതിയ ഗ്രന്ഥകാരിയാണ്, സ്കോളറാണ് അയേഷ സിദ്ദീഖ. അവർ ഫിനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ഒരു ലേഖനം ശ്രദ്ധേയമാണ്. കാരണം അവർ പാകിസ്ഥാൻ ആർമിയെ പറ്റി നന്നായി പഠിച്ചെഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിക്ക് തന്നെ അവരോട് ഒരു തരം വിപ്രതിപത്തിയും പ്രതികാര ബുദ്ധിയും തോന്നറിയില്ല, അവരോട് അനിഷ്ടമാണ് വാസ്തവത്തിൽ. അപ്പോൾ അവര് ഇപ്പോൾ ലണ്ടനിലെ കിങ്സ് കോളേജിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അവരെഴുതിയ ലേഖനം പാകിസ്ഥാൻ തീ കൊണ്ട് കളിക്കുകയാണ്, തീ കൊണ്ട് ആണ് പാകിസ്ഥാന്റെ കളി എന്നാണ്. ആരുടെ കളി? അസീം മുനീറിന്റെ കളി, പാകിസ്ഥാന്റെ അല്ല. അസീം മുനീറിനെ പറ്റി അവരുടെ ലേഖനത്തിലുള്ള നിരീക്ഷണങ്ങൾ വളരെ രസകരമാണ്. അസീം മുനീർ ഈ ഖമർ ജാവേദ് ബജ്വ പാക് സൈനിക മേധാവി ആയിരുന്നപ്പോൾ ISIയുടെ തലവനായി. 86-ൽ സിയാവുൽ കാലത്താണ് അദ്ദേഹം പാകിസ്ഥാൻ ആർമിയിൽ കമ്മീഷൻ ചേരുന്നത്. അന്ന് സിയാവുൽ ആർമിയുടെ മുദ്രാവാക്യം തന്നെ വാസ്തവത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന മുദ്രാവാക്യം ഐക്യം, അതുപോലെ അച്ചടക്കം, വിശ്വാസം എന്നായിരുന്നു. സിയാവുൽ ആർമിയുടെ ആ മുദ്രാവാക്യം മാറ്റി വിശ്വാസം, അള്ളാഹുവിൻ്റെ പാത സാക്ഷാത്കരിക്കാനുള്ള സമരം, ജിഹാദ്, അതുപോലെ മറ്റൊരു ഇതുകൂടി കൂട്ടിച്ചേർത്തു. അപ്പൊ ആ ഒരു സൈനിക പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സൈന്യ പ്രവേശവും വളർച്ചയും ഒക്കെ. അപ്പോൾ പൊതുവിൽ ഒരു മതപരമായിട്ടുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിലും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിലുമൊക്കെ അയേഷ സിദ്ദീഖ് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെ പറ്റിയാണ്. ഇദ്ദേഹം ആർമിയിൽ വലിയ പദവികളിലേക്ക് പോയിക്കൊണ്ടിരിക്കാതെ തന്നെ ചില മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. ആ യോഗങ്ങൾ ഉണ്ടാവുമ്പോൾ ആ മുറിയിൽ ഇദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ അഭിപ്രായം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സമശീർഷരാണ്, ആരും മേലെയുമല്ല ചെറുതുമല്ല, ഒരേ നിലയിലുള്ള ഓഫീസർമാരുടെ യോഗത്തിൽ ഇദ്ദേഹം പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള അഭിപ്രായം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അപ്പം തന്നെ ആ മുറി വിട്ട് എണീറ്റ് പോകുന്ന സ്വഭാവമായി. മറ്റൊന്ന്, അനൗപചാരികമായിട്ടുള്ള സംഭാഷണത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവർ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ആരെങ്കിലും യോജിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ സംഭാഷണം നിർത്തി പുറത്തു പോകുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു എന്ന് അയേഷ സിദ്ദീഖ എഴുതുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു സൈനിക മേധാവി, അത് അദ്ദേഹത്തിന്റെ സ്വഭാവം, വിശേഷ സ്വഭാവമായിക്കോട്ടെ. പക്ഷെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഒരു യുദ്ധത്തിനെ സജ്ജമല്ല. ഒരു യുദ്ധം അഫോർഡ് ചെയ്യാൻ
പാകിസ്ഥാന് പറ്റില്ല എന്ന് പറഞ്ഞത് 2021 ഇദ്ദേഹത്തിന് മുമ്പ് സൈനിക മേധാവിയായിരുന്ന ബജ്വ തന്നെയാണ്. വി കനോട്ട് അഫോർഡ് എ വോർ എന്നാ പറഞ്ഞ. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം വേറെ ഏതെങ്കിലും രീതിയിൽ തീർക്കണം, നമുക്കൊരു യുദ്ധം ഇനി താങ്ങാൻ പറ്റില്ല എന്ന് ഇദ്ദേഹത്തിന്റെ മുൻഗാമി വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അസീം മുനീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള പട്ടാള മേധാവിയാണ്. ഇത്ര അൺപോപ്പുലാരിറ്റി കിട്ടിയ ഒരു പട്ടാള മേധാവി ഇതിനു മുമ്പ് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അസീം മുനീർ നേരിടുന്ന കുറേ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് കാശ്മീർ എന്ന പോലെ ഇപ്പോൾ 71 ബംഗ്ലാദേശ് സിറ്റുവേഷൻ ആണ് കൂടുതൽ നല്ല ഉപമ എന്ന് തോന്നുന്നു. 71 ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തി അവാമി ലീഗ് പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടി, ഏറ്റവും കൂടുതൽ സീറ്റ് നേടി. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയേക്കാൾ അവാമി ലീഗ് പാർട്ടിക്കായിരുന്നു കൂടുതൽ സീറ്റുകൾ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന, ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ആ പാകിസ്ഥാനിൽ നിന്നാണ്. സ്വാഭാവികമായും അതിന്റെ നേതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാനെ ക്ഷണിച്ച് പ്രധാനമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ അന്ന് പാകിസ്ഥാൻ പിളരുമായിരുന്നില്ല. അന്നത്തെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം പഞ്ചാബിലെ രാഷ്ട്രീയ വരേണ്യ നേതൃത്വമാണ് പാകിസ്ഥാന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ തീരുമാനിക്കുന്നത്. സിന്ധിലെ ഒരു പരിധിവരെ സിന്ധ്, ഏറ്റവും പ്രധാനമായി പഞ്ചാബി വരേണ്യ ഭരണവർഗമാണ് പാകിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സിന്ധിന് പ്രാധാന്യമില്ലെന്നല്ല, പഞ്ചാബിനോളം പ്രാധാന്യമില്ല. അപ്പൊ ഈ ഒരു വികാരം ഈ ബംഗാളികൾ, കിഴക്കൻ ബംഗാളികൾ എന്ന് പറയുന്ന രണ്ടാം തരക്കാരാണ് എന്ന ഒരു നാരേറ്റീവ്, ഒരു ആഖ്യാനം പാകിസ്ഥാന്റെ രൂപീകരണ കാലം മുതലുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ രീതി അനുസരിച്ച് അന്ന് ഷെയ്ഖ് മുജീബ് റഹ്മാനെ ക്ഷണിച്ച് പ്രധാനമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ ഈ പാകിസ്ഥാൻ എന്ന രാജ്യം വെട്ടിമുറിക്കപ്പെട്ടില്ലായിരുന്നു, അത് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് സ്വത്വ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി, ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ഏറ്റവും വലിയ 4 പ്രവിശ്യകളിൽ ഒന്നാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാന്റെ 2 സവിശേഷതകൾ. ഒന്ന്, ബലൂചിസ്ഥാൻ ധാതു സമ്പന്നമായ പ്രദേശമാണ്. 2, പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ബലൂചിസ്ഥാൻ ഏറ്റവും അവികസിതമാണ്. അപ്പോൾ ബലൂചിസ്ഥാനികളുടെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയൊക്കെ ഉന്നയിച്ചു പോരുന്ന അവരുടെ കാര്യം 2 കാര്യമാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ പ്രവിശ്യ, ഞങ്ങൾക്കാണ് ഏറ്റവും അധികം ധാതു സമ്പത്തുള്ളത്. ആ ധാതു സമ്പത്ത് പല വിദേശ കമ്പനികൾക്കും കുഴിച്ചെടുക്കാൻ അനുവാദം കൊടുക്കുന്നു. മാത്രമല്ല ആ ധാതു സമ്പത്തിന്റെ വരുമാനം ഉപയോഗിച്ച് മറ്റ് പ്രവിശ്യകളെ വികസിപ്പിക്കുന്നു, ഞങ്ങളെ അവഗണിക്കുന്നു എന്നൊക്കെയാണ് ഒരു ഇത്. അപ്പൊ നമ്മള് അറിയാം, ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ കാലം മുതൽ തന്നെ ബലൂചിസ്ഥാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഖുദായി ഖിദ്മത്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രത്യേക ഐഡന്റിറ്റി അവർക്കുണ്ട്. അപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന വിഘടനവാദ പ്രസ്ഥാനം, അത് ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള, വളരെ മാരകമായ, പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മാരകമായ 2-3 ആക്രമണങ്ങൾ 1-2 മാസത്തിനകം അവർ നടത്തി. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് 7 പാക് സൈനികരെ വധിച്ചു. ഒരാഴ്ച, ഒരു 10 ദിവസം മുമ്പ് ഒരു ബസ് ബോംബാക്രമണത്തിൽ തകർത്ത് 10 പാക് സൈനികരെ വധിച്ചു. മാർച്ച് മധ്യത്തിൽ ജാഫർ ഷെരീഫ് എന്ന ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി 26 പേരെ ബന്ദികളാക്കി. ആ 26 പേരെയും കൊന്നൊടുക്കി. അതിൽ 18 പേരും പാക് സൈനികരായിരുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മഹാ തലവേദനയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച തലവേദനയാണ് വടക്കു പടിഞ്ഞാറൻ ആ പ്രദേശം, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ. അവിടെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ താലിബാൻ പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയും
വലിയ സൈനിക വിന്യാസം പാകിസ്ഥാൻ ആവശ്യമായി വരും, ബലൂചിസ്ഥാനിൽ ആവശ്യമായി വരും. ഇന്ത്യയുമായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാം പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഇപ്പോൾ $630 ബില്യൺ. $630 ബില്യൺ, അത് ചെറിയ തുകയല്ല. പാകിസ്ഥാൻ സാമ്പത്തികമായി ഒരു മഹാഗർത്തത്തിന്റെ വക്കത്താണ്. ഇപ്പോൾ പാകിസ്ഥാന് 2 തവണ ഗ്ലോബൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന ഏജൻസി ഈ അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ നടത്തുന്ന രാജ്യങ്ങളെ നിരീക്ഷിക്കാനും അവർക്ക് പല രീതിയിൽ വിലക്കേർപ്പെടുത്താനും പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ 2008 ശേഷം 2012-15 കാലത്ത് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2018-22 കാലത്ത് ആ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. അതിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷമാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാന് $7 ബില്യൺ വായ്പ IMF അനുവദിക്കാം എന്ന് സമ്മതിച്ചത്. അങ്ങനെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഇപ്പോൾ പാക് റുപ്പിയുടെ വില $1 275, അരിക്ക് 300-ലധികം രൂപയാണ്, കോഴിയിറച്ചിക്ക് ഒക്കെ അതുപോലെ തന്നെ പെട്രോളിന് 230 പാക് രൂപയാണ്. അപ്പോൾ അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു സാമ്പത്തിക പരിതോവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ ജനറൽ അസീം മുനീർ ഈ കാര്യങ്ങൾ ഒരു പക്ഷേ എന്തായിരിക്കാം, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനും പാക് പട്ടാളത്തിനെതിരെയും പാക് സർക്കാരിനെതിരെയും പാകിസ്ഥാനിലെ സാമ്പത്തിക സാഹചര്യത്തെ ചൊല്ലിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അതൃപ്തിയുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കണം മിക്കവാറും പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഒരു ഉറി മോഡൽ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ബാലക്കോട്ടിനെ പോലെ ഒരു അതിർത്തി കടന്നുള്ള വ്യോമാക്രമണമോ ആണ്. പക്ഷെ ഇന്ത്യ അത് രണ്ടും നടത്തിയില്ല. ഇന്ത്യ നടത്തിയത് രാജ്യാന്തര അതിർത്തിയോ നിയന്ത്രണ രേഖയോ കടക്കാതെ ഇവിടെ നിന്ന് തന്നെ 50 മുതൽ ഒരു 150-170 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശങ്ങളിലേക്ക് മിസൈലുകൾ അയച്ച് തകർക്കുകയായിരുന്നു ഇന്ത്യ കണ്ടുവച്ച ലക്ഷ്യസ്ഥാനങ്ങൾ. ആ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ തകർക്കാനും പറ്റി. അതിൽ ഒരു മിസൈലിനെ പോലും അല്ലെങ്കിൽ ഒരു ഡ്രോണിനെ പോലും പാകിസ്ഥാന് വെടിവെച്ചിടാൻ എന്നുവെച്ചാൽ ഇപ്പോൾ ലഷ്കർ-ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരീദ്കെ, അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. ഇതൊക്കെ വളരെ ക്ലിനിക്കൽ കൃത്യതയോടെ തകർക്കാൻ പറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ആയുധങ്ങളുടെ മികവല്ല, വാസ്തവത്തിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച ആയുധങ്ങളുടെ മികവാണ്. ഇപ്പൊ സ്കാൾപ് മിസൈൽ എന്ന് പറയുന്ന ഫ്രഞ്ച് മിസൈൽ, സ്റ്റോം ഷാഡോ എന്ന് ബ്രിട്ടീഷുകാർ പറയും, അത് ഫ്രഞ്ച് സംയുക്ത സംരംഭമാണ്. അത് യുക്രൈന് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. യുക്രൈൻ പ്രയോഗിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. പലതും റഷ്യ വെടിവെച്ച് നിർവീര്യമാക്കിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ കുറെ 5-8-10 മിസൈലുകൾ അയച്ചു, അല്ലെങ്കിൽ F-16 ചൈനീസ് J-10 അല്ലെങ്കിൽ J-17 യുദ്ധവിമാനങ്ങളൊക്കെ അയച്ചു. ഇതിനൊക്കെ നേരിടുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ട്രയംഫ് എന്ന് വിളിക്കപ്പെടുന്ന ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ്. നാറ്റോയിൽ അംഗരാജ്യമായിട്ട് പോലും തുർക്കി വാങ്ങിയ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. അമേരിക്ക വിലക്കിയിരുന്നു. തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളത് വാങ്ങും എന്ന് പറഞ്ഞു വാങ്ങി. ഇന്ത്യക്ക് മുമ്പേ ചൈന വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യയേക്കാൾ അധികം ചൈന വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടേതായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഈ റഫേൽ ആവട്ടെ, സുഖോയ് ആവട്ടെ, S-400 ആവട്ടെ, ഇസ്രായേലി ഡ്രോൺസ് ആവട്ടെ, ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളത് കൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനും
നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയ ആയുധങ്ങൾ, നമ്മൾ വാങ്ങിയ മികച്ച ആയുധങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പം എന്നാൽ പോലും ഈ ആയുധങ്ങളിലൂടെ, ബലപ്രയോഗത്തിലൂടെ എങ്ങനെ ഈ പ്രശ്നം പെർമനന്റ് ആയിട്ട്, ശാശ്വതമായി, സുസ്ഥിരമായി, സ്ഥായിയായി ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? അതെന്തുകൊണ്ട് ഇരു രാജ്യങ്ങളും ആലോചിക്കുന്നില്ല? ലോക സമൂഹം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇപ്പോൾ തന്നെ എസ്കലേഷൻ, യുദ്ധത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിനെ ഭരണകർത്താക്കൾക്കോ അതത് രാജ്യത്തെ ജനങ്ങൾക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് യുദ്ധം മാറിപ്പോകും. അതുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചില അനുഭവങ്ങളും സാഹചര്യങ്ങളും, റഷ്യൻ വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ അന്നുണ്ടായിട്ടില്ല, റഷ്യ നേരിട്ട ആഭ്യന്തര വൈറ്റ് ആർമിയുമായിട്ടുള്ള സിവിൽ വാറും ഒക്കെ മുൻനിർത്തി അന്നത്തെ ചെമ്പടയുടെ ലീഡറായിരുന്ന ലിയോൺ ട്രോട്സ്കി പറഞ്ഞ രണ്ട് വാചകമുണ്ട്. യു മെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വാർ, ബട്ട് വാർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ലായിരിക്കാം, പക്ഷേ യുദ്ധത്തിന് നിങ്ങളിൽ താല്പര്യമുണ്ട് എന്നാണ്. അതുപോലുള്ളൊരു അവസ്ഥ നമ്മൾ ലോക ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് യുദ്ധങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്താൽ ഏറ്റവും അധികം ദുര്യോഗം ഉണ്ടാവുക പാകിസ്ഥാനും പാക് ജനതക്കുമാണ്. അതേസമയം തന്നെ ഇന്ത്യക്കും സമാനമായല്ലെങ്കിലും കാര്യമായി തന്നെ ഇന്ത്യക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് രണ്ട് രാഷ്ട്രങ്ങളും ഇത് ഏതെങ്കിലും വിധത്തിൽ എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ അസീം മുനീറിനെ പോലുള്ള ഒരു പാക് സൈനിക മേധാവിക്ക് പാകിസ്ഥാനിലെ പബ്ലിക് ഡൊമൈൻ, ലോക്കൽ ഓഡിയൻസിനെ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആക്രമിച്ചപ്പോൾ ഒരു പ്രത്യാക്രമണം എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അതിനുള്ള മറുപടി പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിൽ ഇത്രമേൽ ആഘാതമുണ്ടാക്കുന്ന പ്രത്യാക്രമണം അല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ജമ്മു അല്ലെങ്കിൽ ശ്രീനഗർ, ഏതെങ്കിലും വ്യോമത്താവളം, ഏതെങ്കിലും സൈനിക കേന്ദ്രം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറച്ച് വിമാനങ്ങൾ വെടിവെച്ചിടുക. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ 3 റഫേൽ വിമാനങ്ങൾ, 5 ഇന്ത്യൻ വിമാനങ്ങൾ, 3 റഫേൽ അടക്കം പാകിസ്ഥാൻ വെടിവെച്ച് തകർത്തു എന്നൊക്കെയാണ്. അതൊക്കെ ഫേക്ക് ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ, പല മാധ്യമങ്ങളിലും. അപ്പം പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ടൈംസ് അല്ല, ഫ്രൈഡേ ടൈംസിന്റെ പത്രാധിപരായ നജാം സേത്തി കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, ഇങ്ങനെ മിസൈലുകൾ തകർത്തിട്ടുണ്ട്. അപ്പം ഒന്നൊക്കെ ചിലപ്പോൾ തകർത്ത് കാണും. അത് ഫ്രാൻസ് അങ്ങനെ റഫേൽ ചിലപ്പോൾ ഒന്ന് പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ CNN മാധ്യമ പ്രവർത്തക പാകിസ്ഥാനിലെ ഒരു മന്ത്രിയോട് ചോദിച്ചപ്പോൾ, പ്രതിരോധ മന്ത്രിയാണ്, എന്താണ് തെളിവ്? അത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം തെളിവുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അതൊരു പ്രതിരോധ മന്ത്രി നൽകേണ്ട ഉത്തരവല്ല. അപ്പൊ ഇത് യുദ്ധസമയത്ത് ഈ ഡിസ്ഇൻഫർമേഷന്റെ, വ്യാജ വാർത്തകളുടെ പ്രളയം ഉണ്ടാവും. അത് പാകിസ്ഥാനാണെങ്കിൽ നടത്തും, ഏത് രാഷ്ട്രമാണെങ്കിലും അതത് രാജ്യങ്ങളിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇപ്പം ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രം നോക്കിയാൽ നമുക്ക് നമ്മുടെ വാർത്തകൾ പൂർണ്ണമായി കിട്ടുമോ? നമ്മുടെ വാർത്തകൾ കിട്ടണമെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്ക് അരിച്ചു കൊടുക്കണം. നമ്മൾ കൊടുക്കാത്ത, നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാൻ താല്പര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ ചില രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്ന വാർത്തകൾ വേറെ മാധ്യമങ്ങളിലെ ആണ് നമ്മൾ തേടാറുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനിലെ പല മാധ്യമങ്ങളും അന്നും നോക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് അവരെ ഏൽപ്പിച്ച പരിക്കിന് യാതൊരു കൈയും കണക്കുമില്ല. അപ്പോൾ ഇത് പാകിസ്ഥാനിലെ ജനങ്ങൾ വിശ്വസിച്ചാൽ അവർക്കത് മതി. ഇവിടെ നടന്നാലും നടന്നില്ലെങ്കിലും ഇവിടെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് കാര്യമായ പ്രഹരം ഏൽപ്പിച്ചു എന്ന ഒരു
വികാരം പാകിസ്ഥാനിൽ ഉണ്ടായാൽ തന്നെ മതി ഇത് ഡീഎസ്കലേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് പാകിസ്ഥാന്റെ ഒരു തന്ത്രമാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്, എന്തിനേയും വെടിവെച്ചിടാൻ തക്കവണ്ണം. എന്നാലും ഒരു യുദ്ധത്തിൽ എന്തായാലും പഴുതുകൾ ഉണ്ടാവും. അപ്പൊ ഇസ്രായേൽ എന്ന രാഷ്ട്രം അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാഷ്ട്രമല്ലേ. അതാ രാഷ്ട്രത്തിന് അത്രയും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി പോലുമുണ്ട്. ആ രാഷ്ട്രത്തിന് എന്ത് പറ്റിയില്ല? 2023 ഒക്ടോബർ 7 ഹമാസ് ഇത്തരം ഒരു വലിയ പദ്ധതി, വിധ്വംസക പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും എന്നുള്ള വിവരം പോലും കിട്ടിയില്ല. അത് അവിടെ ഹമാസ് എത്തി ഈ കൊലകളൊക്കെ ആരംഭിച്ച് ബന്ദികളാക്കി കൊണ്ടുപോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ സൈന്യം തന്നെ അവിടെ എത്തുന്നത്. നോക്കൂ, ഇസ്രായേലിനെ പോലുള്ള അതിജാഗരൂകമായ ഒരു രാഷ്ട്രത്തിന് പിഴവ് സംഭവിച്ചു. ഇപ്പൊ ഹൂത്തികൾ മിസൈൽ അയച്ചു, ഹൈപ്പർസോണിക്. ഇറാൻ കൊടുക്കാതെ ഹൂത്തികൾക്ക് ഹൈപ്പർസോണിക് മിസൈൽ കിട്ടില്ല. അപ്പൊ ഹൂത്തികൾ മിസൈൽ അയച്ചിട്ട് 4 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, എന്ന് വെച്ചാൽ ഒന്ന് ആരോ 2, ആരോ 3, പിന്നെ താഡ്, അമേരിക്കയുടെ താഡ്, പിന്നെ അയൺ ഡോം, 4 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമായ ബെൻ ഗുറിയോൺ എയർപോർട്ടിന് സമീപം 12 മീറ്റർ നീളത്തിലും 12 മീറ്റർ ആഴത്തിലും വലിയ തോതിൽ കുഴിയുണ്ടാക്കിയ ആക്രമണമാണ് നടന്നത്. അപ്പോ ഇന്ത്യക്കും പാകിസ്ഥാൻ വിചാരിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ, ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യം, പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചു എന്ന് തന്നെ കരുതുന്നു. എവിടെയായിരിക്കും പാകിസ്ഥാൻ ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താൻ ഏറ്റവും അധികം തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള കേന്ദ്രം അല്ല സ്ഥലം ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സ്ഥലങ്ങളായിരിക്കും. കാരണം ഉത്തരേന്ത്യയിൽ പഞ്ചാബിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്ക് തന്നെ അതിൻ്റെ വികരണവും കാര്യങ്ങളും എത്തും. അപ്പോൾ ബാംഗ്ലൂരോ ശ്രീഹരിക്കോട്ടയോ വിഴിഞ്ഞമോ ഒക്കെ അവര് കൂടുതൽ അവരെ സംബന്ധിച്ച് കൂടുതൽ സുരക്ഷിതമായി അവർ കരുതാൻ ഇടയുണ്ട് എന്ന് എൻ്റെ ഒരു ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ അവർക്ക് ഏറ്റവും സേഫായിട്ട് ഇടാൻ പറ്റുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അപ്പം നമ്മളും അങ്ങനെ ഇത് ഒരിക്കലും ന്യൂക്ലിയർ സ്ട്രൈക്കിലേക്ക് പോവില്ല. ആണവയുദ്ധം അപ്പോൾ റഷ്യ തന്നെ എത്ര പ്രാവശ്യം റെഡ് ലൈൻസ് ഭേദിച്ചാൽ കടന്നാൽ അപ്പോൾ ഞങ്ങൾ ആണവ ഭീഷണി എത്ര പ്രാവശ്യം. 2022 ഫെബ്രുവരി 24 യുക്രൈനിലേക്ക് റഷ്യൻ സേന ഇരച്ചു കയറിയതിനു ശേഷം ഒരു 10-40 പ്രാവശ്യമെങ്കിലും മെദ്വദേവും പുടിൻ വല്ലപ്പോഴും മറ്റ് മന്ത്രിമാരും ആണവ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അമേരിക്കയേക്കാൾ ആണവായുധങ്ങൾ ഉള്ളത് ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതും റഷ്യയുടെ കയ്യിലാണ്. എന്നിട്ടും അവരുപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ന്യൂക്ലിയർ ബോഗെ, ന്യൂക്ലിയർ കുട്ടിച്ചാത്തൻ, ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലാണ്. ന്യൂക്ലിയർ ബ്ലാക്ക്മെയില് ഈ ആണവായുധം ഇല്ലെങ്കിൽ, ഇപ്പൊ പാകിസ്ഥാൻ ആണവായുധം ഇല്ല എന്ന് നോക്കുക. 74 പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി. അതോടെ തന്നെ ആണവ ആയുധ രാജ്യമായി മാറാനുള്ള ശ്രമവും തുടങ്ങി. അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത്, പാകിസ്ഥാനികൾ പുല്ല് തിന്നാണെങ്കിലും ആണവായുധം ഉണ്ടാക്കും. അവർ ആണവായുധം ഉണ്ടാക്കി പല മാർഗങ്ങളിലൂടെ. അത് വേറൊരു വിഷയമാണ്. ഏതായാലും അവർ ആണവായുധങ്ങളുണ്ട്. ആണവായുധങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ പാരിറ്റി, തുല്യതയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. പക്ഷെ ഇന്ത്യക്കുള്ളത് പോലെ ഒരു ന്യൂക്ലിയർ ഡോക്ട്രിൻ പാകിസ്ഥാനില്ല. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയം, ഇന്ത്യ ആദ്യം ആണവായുധം ആർക്കെതിരെയും പ്രയോഗിക്കില്ല. ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ മാത്രമേ ആണവായുധം മറ്റൊരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കുകയുള്ളൂ എന്നാണ്. അതേസമയം പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്കൊരു ന്യൂക്ലിയർ ഡോക്ട്രിൻ ഇല്ല. അവര് ആദ്യം പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രമല്ല. അപ്പൊ പാകിസ്ഥാൻ ഒരു അസീം മുനീറിനെ പോലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉപയോഗിക്കാൻ തോന്നിയേക്കാം. പക്ഷെ അത് പാകിസ്ഥാന്റെ സർവ്വസംഹാരത്തിലാണ് കലാശിക്കുക.
അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹം എന്തൊക്കെ വിചാരിച്ചാലും പാകിസ്ഥാനിലെ മറ്റ് ശക്തികൾ അദ്ദേഹത്തെ അനുവദിക്കും എന്ന് കരുതാൻ പറ്റില്ല. അപ്പൊ ഇത് ഡീഎസ്കലേറ്റ് ചെയ്ത് എപ്പിസോഡിക്കായിട്ട് ഇപ്പോൾ 2027 28 വീണ്ടും ഇതുപോലെ ഒരു മേജർ ടെറർ അറ്റാക്ക് വന്നാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ കയറിയടിക്കും. പിന്നെയും ഈ ടെറർ അറ്റാക്ക് വരും. വീണ്ടും ഒരു ന്യൂ നോർമൽ. ഇപ്പോൾ 2016 ശേഷം പാകിസ്ഥാനിൻ്റെ അകത്തേക്ക് കയറി അടിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൻ്റെ നിയന്ത്രണ രേഖ ലംഘിക്കാതെ പാകിസ്ഥാനിലേക്ക് മിസൈൽ വർഷിക്കുക, ഇതൊക്കെ ഒരു ന്യൂ നോർമലാണ് ഈ ദക്ഷിണേഷ്യയിൽ. ഈ ന്യൂ നോർമലിനെ, ഈ പുതിയ നോർമൽ എന്ന് പറയുന്ന അവസ്ഥയെ എങ്ങനെയാണ് പാകിസ്ഥാൻ വീക്ഷിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കാണാം. പാകിസ്ഥാനകത്ത് കയറി ഇന്ത്യ ഉറിയിൽ, അതുപോലെ ബാലക്കോട്ടിൽ, ഇപ്പോൾ പഹൽഗാമിന് ശേഷം ഈ 9 സ്ഥാനങ്ങളിൽ, പിന്നെ ഇന്നലെ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം. അപ്പോൾ ഇതൊരു കഴിഞ്ഞ ഏതാണ്ടൊരു കഷ്ടി 10 വർഷമായിട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു സൈനിക നിലപാട് ഇതാണ്. അത് ഞങ്ങൾ ഇവിടെ ഭീകരാക്രമണം നടത്തിയാൽ അത് പാകിസ്ഥാനാണെന്ന് ഞങ്ങൾ എന്തായാലും ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കും. ഇതിപ്പോൾ പാകിസ്ഥാനിൽ 3-ാം തവണയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ സംഭവം പാകിസ്ഥാൻ കൂടുതൽ കാലം താങ്ങാൻ പറ്റിയെന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഡീഎസ്കലേറ്റ് ചെയ്ത് കൂടുതൽ ഫലപ്രദമായ സംഭാഷണ മാർഗങ്ങൾ തേടേണ്ടി വരും. കാരണം സംഭാഷണത്തിലൂടെയും കൂടിയാലോചനയിലൂടെയും അല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ പാകിസ്ഥാൻ ഭീകര പ്രവർത്തകരോട് സ്വീകരിക്കുന്ന നിലപാടിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടി വരും. ഇന്ത്യയുടെ ചില നിലപാടുകളിൽ മാറ്റം, അങ്ങനെ പരസ്പരമുള്ള ചില കാര്യങ്ങളിലൂടെ അല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല.